നമുക്ക് ഹോർമുസിലേക്ക് തന്നെ മടങ്ങി വരണം. ഹോർമുസിൽ ഇന്ത്യക്ക് ആശ്വാസകരമായി ഇറാൻ്റെ ഒരു ട്വീറ്റ് വന്നിരിക്കുകയാണ്. അതായത് ഹോർമുസിലെ ഇന്ത്യൻ സുഹൃത്തുക്കൾ സുരക്ഷിത കരങ്ങളിലാണ്, ഭയക്കേണ്ട കാര്യമില്ല. നമുക്കറിയാം ഹോർമുസിൽ 20ഓളം നമ്മുടെ കപ്പലുകൾ കുടുങ്ങിക്കിടക്കുന്നുണ്ട്. അതിൽ 400-500ഓളം നാവികർ ആ കപ്പലുകളുടെ ഭാഗമായുണ്ട്. ഇവരൊക്കെ സുരക്ഷിതരാണ് എന്നും ഞങ്ങൾ മറ്റ് രാജ്യങ്ങളെ കാണുന്നത് പോലെ അല്ല ഇന്ത്യയെ കാണുന്നത് എന്നും വ്യക്തമാക്കുകയാണ് ഇറാൻ എംബസി. ഇറാനും ഒമാനും മാത്രമാണ് ഹോർമുസ് കടലിടുക്കിൻ്റെ ഭാവി തീരുമാനിക്കുന്നതെന്നും ട്വീറ്റിൽ പറയുകയാണ്. അജയ്, നമുക്കറിയാം വളരെ കുറച്ച് കപ്പലുകൾക്ക് മാത്രമാണ് ഈ ആക്രമണം നടത്തിയതിനു ശേഷം ഹോർമുസ് കടക്കാൻ സാധിച്ചത്. ഇന്ത്യയുടെ 5ഓളം കപ്പലുകൾ ഇതിനകം രാജ്യത്തെത്തിക്കഴിഞ്ഞു. പക്ഷെ അപ്പോഴും 20ഓളം കപ്പലുകൾക്ക് അനുമതി കിട്ടിയിട്ടില്ല. ഈ സാഹചര്യത്തിലാണ് നമ്മുടെ നാവികർ സുരക്ഷിതരാണ് എന്ന് ഇറാൻ വ്യക്തമാക്കുന്നത്. ഈ ഹോർമുസ് കടലിടുക്ക് വഴിയുള്ള യാത്ര അത് പല രാജ്യങ്ങൾക്കും വളരെ കടുത്ത പ്രതിസന്ധി തന്നെയാണ്. പ്രത്യേകിച്ച് ഇന്ത്യയുടെ നിലവിൽ ഏതാണ്ട് 20ഓളം കപ്പലുകൾ മേഖലയിലുണ്ട്. ഒരു 18 കപ്പലുകൾക്ക് കൂടി ഹോർമുസ് കടലിടുക്ക് വഴി യാത്ര ചെയ്യാനുള്ള അനുമതി കേന്ദ്ര സർക്കാർ ഇറാനോട് തേടുന്നുണ്ട്. എന്നാൽ നിലവിൽ അക്കാര്യത്തിൽ അവരുടെ ഭാഗത്തു നിന്ന് ഒരു അനുകൂല പ്രതികരണം ഉണ്ടായിട്ടില്ല എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ചർച്ചകൾ നടക്കുന്നുണ്ട്. ഇപ്പോൾ ഏതാണ്ട് ഒരു 34 പാകിസ്ഥാൻ കപ്പലുകൾക്ക് ഈ ഹോർമുസ് വഴി കടന്നു പോകാനുള്ള അനുമതി ലഭിച്ചിട്ടുണ്ട് എന്നുള്ള വിവരങ്ങളുണ്ട്. അതേസമയം റഷ്യയുടെ ഭാഗത്ത് നിന്ന് നിലവിലൊരു പ്രസ്താവന വരുന്നുണ്ട്. അതായത് ഹോർമുസ് കടലിടുക്കിൽ തങ്ങൾക്ക് യാതൊരുവിധ വിലക്കുമില്ല, തങ്ങളുടെ കപ്പലുകൾ ഹോർമുസ് കടലിടുക്ക് വഴി വളരെ സുഗമമായി തന്നെ കടന്നു വരുന്നു എന്നാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ്റെ ഒരു ഉപദേഷ്ടാവ് അദ്ദേഹം ഒരു പ്രസ്താവനയായി അറിയിച്ചിട്ടുള്ളത്. എന്തായാലും ഇപ്പോൾ ഇറാൻ തന്നെ നേരത്തെ വ്യക്തമാക്കിയിട്ടുള്ള കാര്യമാണ് തങ്ങളുടെ സുഹൃത്ത് രാജ്യങ്ങൾക്ക് ഹോർമുസ് കടലിടുക്ക് വഴി മറ്റൊന്നും ഭയക്കാതെ തന്നെ യാത്ര ചെയ്യാം, ഇവിടെ എല്ലാ രാജ്യങ്ങൾക്കുമായി തുറന്നു കൊടുത്തിട്ടുണ്ടെന്നുള്ളത്. പക്ഷേ ഒരു യാഥാർത്ഥ്യം നമ്മൾ നോക്കുകയാണെങ്കിൽ ഹോർമുസ് കടലിടുക്കിൽ അമേരിക്കയുടെയും അതുപോലെ തന്നെ ഇസ്രായേലിൻ്റെ നീക്കങ്ങളെ പ്രതിരോധിക്കാൻ വേണ്ടി ഇറാൻ നിരവധി മൈനുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. മാത്രമല്ല അവരുടെ മിസൈൽ ആക്രമണവും മേഖലയിൽ വളരെ കടുത്ത രീതിയിലുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ സുഹൃത്ത് രാജ്യങ്ങളുടെ കപ്പലുകൾക്കാണെങ്കിലും മേഖലയിലൂടെ ഇറാൻ്റെ അനുമതിയില്ലാതെ യാത്ര ചെയ്യുകയാണെങ്കിൽ അത് ഒരു അപകടം പിടിച്ച നീക്കമാണ്. അതുകൊണ്ട് തന്നെയാണ് കൂടുതൽ ഇന്ത്യൻ കപ്പലുകളെ മേഖലയിലൂടെ യാത്ര ചെയ്യാൻ വേണ്ടി ഇന്ത്യ അനുമതി ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഇറാൻ ഇന്ത്യൻ കപ്പലുകൾ സുരക്ഷിതമാണ് എന്ന് പറയുമെങ്കിലും നമ്മുടെ സൈനികരുടെ ജീവൻ അതുപോലെ തന്നെ അവരുടെ ഒരു സുരക്ഷിതത്വം ഉറപ്പാക്കുക എന്നുള്ളത് തീർച്ചയായിട്ടും ഇന്ത്യയുടെ ഉത്തരവാദിത്തമാണ്. ഇപ്പോൾ ബ്രിട്ടന്റെ നേതൃത്വത്തിൽ ചേർന്ന ഓൺലൈൻ യോഗത്തിലാണെങ്കിലും വിക്രം മിശ്രി വ്യക്തമാക്കിയ കാര്യം ഹോർമുസ് കടലിടുക്കിൽ നാവികരെ നഷ്ടമായത് ഇന്ത്യക്ക് മാത്രമാണെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. നേരത്തെ 2 സ്വകാര്യ വെസലുകൾ ഹോർമുസ് കടലിടുക്കിൽ ആക്രമണത്തിന് വിധേയമായപ്പോൾ അതിലൂടെ 3 ഇന്ത്യൻ സൈനികരുടെ ജീവൻ നഷ്ടമായതൊക്കെ നമ്മൾ നേരത്തെ വാർത്തകൾ കൊടുത്തിരുന്നു. അപ്പോൾ ഇത്തരത്തിൽ ഈയൊരു കാര്യത്തിലുള്ള ഇന്ത്യയുടെ ആശങ്ക കൂടി നിലവിലുള്ള യോഗത്തിൽ വിക്രം മിശ്രി കൂട്ടിച്ചേർത്തിട്ടുമുണ്ട്. തീർച്ചയായും ശരി അജയ് സുധാ ബിജു, വിശദമായ വിലയിരുത്തൽ. ഇതിനിടയിൽ ഡൊണാൾഡ് ട്രംപിന്റെ പുതിയൊരു പദ്ധതി കൂടി പുറത്തു വരികയാണ്. ഇറാന്റെ യുറേനിയം പിടിച്ചെടുക്കാനുള്ള പദ്ധതി അത് അമേരിക്ക തയ്യാറാക്കി വരുന്നു എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന മറ്റൊരു വിവരം. US സൈന്യം ഇതുമായി ബന്ധപ്പെട്ട പരിപാടികളിലേക്ക് കടക്കുകയാണ് എന്നാണ് ഉന്നത വൃത്തങ്ങളെ ഉദ്ധരിച്ച് വാഷിംഗ്ടൺ പോസ്റ്റ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ആയിരക്കണക്കിന് US സൈനികരെ ഇറാനിൽ വിന്യസിച്ചുകൊണ്ടാകും ഈ പദ്ധതി നടപ്പാക്കാൻ US ശ്രമിക്കുക എന്നതാണ് വിവരം. മുൻപ് നടപ്പിലാക്കിയിട്ടില്ലാത്ത വിധം സങ്കീർണമാണ് ഈ പദ്ധതി എന്ന റിപ്പോർട്ടും പുറത്തു വരുന്നുണ്ട്. ഇസ്ഫഹാൻ, നദാൻസ് പോലെയുള്ള ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾക്കുള്ളിൽ സംഭരിച്ചിരിക്കുന്ന യുറേനിയം പിടിച്ചെടുക്കാനാണ് പദ്ധതി. നേരത്തെ വ്യോമാക്രമണങ്ങളിൽ ഈ കേന്ദ്രങ്ങളിൽ തകർന്നടിഞ്ഞിരുന്നു. ഈ അവശിഷ്ടങ്ങളുടെ ഇടയിൽ യുറേനിയം ഉണ്ടാകാം എന്നുള്ള വിശ്വാസത്തിലാണ് ഇപ്പോൾ അമേരിക്കയുള്ളത്. അത് വീണ്ടെടുക്കുക എന്നതാണ് ലക്ഷ്യം. അതായത് ഏകദേശം 454 കിലോഗ്രാമിലധികം യുറേനിയം ഇറാനിൽ സമ്പുഷ്ടീകരിച്ചിട്ടുണ്ട് എന്നുള്ള വിവരങ്ങളാണ് അമേരിക്ക മനസ്സിലാക്കിയിരിക്കുന്നത്. അവിടെ ആ പ്രദേശങ്ങളിൽ കരയുദ്ധം നടത്തുന്നതിൻ്റെ കൂട്ടത്തിൽ ഈ പ്രദേശങ്ങളിൽ കടന്നു കയറി ഈ യുറേനിയം കൈക്കലാക്കുക എന്നുള്ള ഏറ്റവും അപകടകരമായ ഒരു പദ്ധതി കൂടി അമേരിക്ക സജ്ജമാക്കുന്നു എന്നുള്ള വിവരമാണ് വാഷിംഗ്ടൺ പോസ്റ്റ് മുന്നോട്ട് വെക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട വിവരം അമേരിക്കയ്ക്ക് ചങ്കിടിപ്പ് നൽകുന്ന ഒരു വിവരമാണ്. അതായത് അമേരിക്കൻ സൈനികർ പൂർണ്ണമായും മാനസിക വിഷമത്തിലാണ് എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു. കാരണം വളരെ പെട്ടെന്നാണ് യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടത്. സൈനികരോടൊക്കെ പശ്ചിമേഷ്യയിലേക്ക് നീങ്ങാൻ പ്രസിഡന്റ് അടക്കം അഭ്യർത്ഥിക്കുന്ന അല്ലെങ്കിൽ അത്തരത്തിൽ ഉത്തരവ് നൽകുന്ന പശ്ചാത്തലമുണ്ട്. പക്ഷേ ഇവരുടെ ഈ രഹസ്യങ്ങൾ നിശാ ക്ലബ്ബുകൾ വഴി പുറത്താകുന്നതായാണ് റിപ്പോർട്ടുകൾ.
സാൻഡിഗോയിലുള്ള സ്ട്രിപ്പ് ക്ലബ്ബുകളിലെത്തുന്ന യുവ സൈനികർ തങ്ങളുടെ വരാനിരിക്കുന്ന വിന്യാസത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ അശ്രദ്ധമായി വെളിപ്പെടുത്തുന്നു. സാൻഡിഗോ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ചാം ഡേയ്സ് എന്ന നർത്തകിയാണ് സമൂഹ മാധ്യമത്തിലൂടെ ഈ വിവരങ്ങൾ പങ്കുവച്ചത്. സൈനിക താവളങ്ങൾക്ക് സമീപമുള്ള ബാറുകളിലും ക്ലബ്ബുകളിലും എത്തുന്ന സൈനികർ പെരുമാറ്റത്തിൽ സമീപകാലത്തുണ്ടായ മാറ്റങ്ങൾ അവർ ചൂണ്ടിക്കാട്ടുകയാണ്. അവർ വലിയ തോതിൽ പണം ചിലവഴിക്കുന്നു, കൂടുതൽ മദ്യം കഴിക്കുന്നു, മയക്കുമരുന്നുകൾ ഉപയോഗിക്കുന്നു, വലിയ ആഘോഷങ്ങൾ നടത്തുന്നു. കാരണം ഇതൊക്കെ അവരുടെ മാനസിക വിഷമത്തിലാണ് എന്നാണ് ഈ നർത്തകി പറയുന്നത്. ഇവരോട് സംസാരിക്കുമ്പോൾ അടുത്ത ആഴ്ച ഞങ്ങൾ യുദ്ധത്തിനായി പോവുകയാണ് എന്ന് വെളിപ്പെടുത്തുകയാണ് എന്ന് ചാം ഡേയ്സ് പറയുന്നു. അതിനു മുൻപുള്ള ഭയവും വിഷാദവും ഒക്കെ വല്ലാതെ ഇവരെ ബാധിച്ചിരിക്കുന്നു. ഇതൊക്കെ മറികടക്കാനാണ് ഇവർ കൂടുതലായി ഇപ്പോൾ ക്ലബ്ബുകളെ ആശ്രയിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. പക്ഷേ ഇത് അമേരിക്ക വലിയ ഗൗരവമായി എടുത്ത പശ്ചാത്തലമുണ്ട്. മിലിറ്ററി സെക്യൂരിറ്റിയുടെ ലംഘനമാണ് എന്ന് ഇതുമായി ബന്ധപ്പെട്ട നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അത് ഇനിയും ഒരു തരത്തിലുമുള്ള വെളിപ്പെടുത്തലുകൾ സൈനികരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകരുത് എന്ന് സൈന്യത്തിൻ്റെ മേധാവികൾ ഇപ്പോൾ വളരെ കൃത്യമായി തന്നെ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകുന്ന പശ്ചാത്തലമുണ്ട്. അത് വലിയ നടപടികൾക്ക് നിങ്ങളെ വിധേയരാക്കുമെന്നാണ് ഇപ്പോൾ മുന്നറിയിപ്പ് നൽകുന്നത്. ഏതായാലും അമേരിക്കൻ സൈന്യം വിഷാദത്തിലും മറ്റുമാണ് എന്നുള്ള വിവരം ആ രാജ്യത്തെ ചില്ലറയൊന്നുമല്ല ആശങ്കപ്പെടുന്നത്. അമേരിക്കയ്ക്കും ഇസ്രായേലിനും ഒപ്പം ചൈനയും ലോകത്തെ വെല്ലുവിളിക്കാൻ ഉള്ള നീക്കത്തിലാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. പ്രഹരശേഷി കൂടിയ ആണവായുധങ്ങൾ നിർമ്മിക്കാൻ ചൈന രഹസ്യ നീക്കം നടത്തുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരികയാണ്. ഇപ്പോഴുള്ള ആണവ പദ്ധതികൾ വിപുലീകരിച്ച് എണ്ണത്തിലും പ്രഹരശേഷിയിലും വൻ മുന്നേറ്റം നടത്തുകയാണ് ചൈനയുടെ ലക്ഷ്യമെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കേണ്ടത്. ഇന്ത്യക്ക് കൂടി ഭീഷണിയാകുന്ന വിധത്തിലാണ് ഈ തരത്തിലുള്ള നീക്കങ്ങൾ എന്ന് മനസ്സിലാക്കുന്നു. സിച്ചുവാൻ പ്രവിശ്യ ചൈനയിലെ വളരെ പ്രധാനപ്പെട്ട ഗ്രാമീണ മേഖലയാണ്. ഇവിടുത്തെ ഗ്രാമങ്ങൾ പൂർണ്ണമായും ഇപ്പോൾ ചൈന ഒഴിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഇവിടെ വൻ സജ്ജീകരണങ്ങൾ നടത്തുന്നു എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ഈ ഉപഗ്രഹ ചിത്രങ്ങളിലൂടെ ചൈനയുടെയും US-ന്റെയും സൈനിക രേഖകളും വിശദമായി പരിശോധിച്ച് അമേരിക്ക നേടിയെടുത്ത വിവരങ്ങളാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇത് ഈ ആണവ മുന്നേറ്റത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. പക്ഷേ ഇത്തരമൊരു സംഗതി ഇല്ല എന്നാണ് ചൈനീസ് വിദേശകാര്യ മന്ത്രാലയം മറുപടി പറയുന്നത് എങ്കിൽ പോലും ചൈനയുടെ ഇത്തരം പദ്ധതികളെക്കുറിച്ച് വളരെ വ്യക്തമായ വിവരങ്ങൾ അമേരിക്കയ്ക്കുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. അടുത്ത ആഴ്ചയോടുകൂടി ട്രംപ് ഒരുപക്ഷെ ചൈനയിൽ എത്തിയേക്കാം എന്നാണ് മനസ്സിലാക്കേണ്ടത്. നേരത്തെ നടത്താനുള്ള സന്ദർശനമായിരുന്നു. യുദ്ധം കാരണം അത് മാറ്റിവെക്കുകയാണ് ചെയ്തത്. നമുക്കറിയാം, ലോകത്തെ ഏറ്റവും കൂടുതൽ ആണവായുധങ്ങൾ നിർമ്മിക്കുന്ന ഒരു രാജ്യം കൂടിയാണ് ചൈന. നിലവിൽ തന്നെ 600-ലധികം ആണവായുധങ്ങൾ ചൈനയുടെ പക്കലുണ്ട് എന്നാണ് കണക്ക്. എന്നാൽ അമേരിക്കയുടെയും റഷ്യയുടെയും പക്കൽ ചൈനയിലേക്കാൾ 4 ഇരട്ടിയിലധികം ആയുധങ്ങൾ ഉണ്ട്. അതിലേക്ക് എത്തുക എന്ന ലക്ഷ്യം കൂടി ചൈനയ്ക്കുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോണിനെ പരിഹസിച്ച് ട്രംപ് രംഗത്ത് വന്നതും ലോകത്ത് വലിയ ചർച്ചയായി മാറിയിരിക്കുകയാണ്. അതായത് യുദ്ധത്തിൽ നമുക്കറിയാം ആദ്യം പിന്തുണ ഉണ്ടാവില്ല എന്ന് പ്രഖ്യാപിച്ച രാജ്യം കൂടിയാണ് ഫ്രാൻസും ഒപ്പം ഇമാനുവൽ മാക്രോണും. ഫ്രഞ്ച് പ്രസിഡന്റിന്റെ ഈ പ്രവൃത്തി ട്രംപിനെ ചില്ലറയൊന്നുമല്ല ചൊടിപ്പിച്ചിരിക്കുന്നത്. ഇതിനായി മാക്രോണിനെയും ഭാര്യ ബ്രിജിറ്റ് മാക്രോണിനെയും ട്രംപ് പരിഹസിക്കുകയാണ്. ഞാൻ ഫ്രാൻസുമായി ബന്ധപ്പെട്ടു, മാക്രോണിന്റെ ഭാര്യ അദ്ദേഹത്തെ വളരെ മോശമായി കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.